കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ ഓല ഇലക്ട്രിക് സ്കൂട്ടർ റെഡിയാക്കി എടുത്തത്. ഞാൻ രാത്രിയാണ് പോയി എടുത്തത്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മെക്കാനിക്ക് പറയുന്നുണ്ടായിരുന്നു അതിന് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു എന്നും എന്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നും. ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എടുത്തത് രാത്രി ആയതുകൊണ്ട് തന്നെ ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് റെഡിയാക്കിയത്? ഇപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ MCU റിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി ഷോർട്ട് ഉണ്ടായിരുന്നു. ബാറ്ററി സെല്ല് മൊത്തം നമ്മൾ ഇളക്കി. ചാർജ് കുറവായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ബാറ്ററിയും ബൂസ്റ്റ് ചെയ്ത് ഷോർട്ടേജും മാറ്റി MCU നമ്മൾ റിപ്പയർ ചെയ്ത് അങ്ങനെ ഇപ്പോൾ MCU ഓക്കെ ആയിട്ടുണ്ട്. MCU ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയതല്ല, അല്ലാതെ പുതിയത് വെച്ചതല്ലല്ലോ? അല്ല, നമ്മൾ റെഡിയാക്കിയതാണ്. നമ്മൾ അതായത് മെയിൻ മദർ ബോർഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിനെ വേറെ മദർ ബോർഡ് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ കുഴപ്പമില്ല, എന്തായാലും ഓടും. പിന്നെ ഓവറായിട്ട് ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 90-95% വണ്ടി ചാർജ് കയറ്റാവും. 100% ആക്കാൻ പാടില്ല. പിന്നെ നമ്മൾ വണ്ടി എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് അപ്പോഴന്നെ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ഓടുന്ന ഹീറ്റും നമ്മൾ ഇതിനുള്ള ഹീറ്റും കൂടെ ആകുമ്പോൾ മെയിനായിട്ട് ഈസി കംപ്ലൈൻ്റ് ആവും. പിന്നെ നമ്മൾ രാവിലെ ചാർജ് കിടക്കുന്നെങ്കിൽ ചാർജിൽ നിന്ന് ഊരി ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ വണ്ടി ഓടാൻ പറ്റുള്ളൂ. അതിൽ ഹൈപ്പർ ചാർജ് വയ്ക്കണത് അത് പ്രശ്നമാണല്ലേ? ഹൈപ്പറൊക്കെ കുഴപ്പമില്ല, പക്ഷെ ബാറ്ററിയുടെ ഹെൽത്ത് അത്രയ്ക്കും കുറയും. പിന്നെ നമ്മൾ കൂടുതലും ബ്രേക്ക് പിടിക്കാൻ മടിച്ച് നമ്മൾ റിവേഴ്സ് എടുത്ത് ഫ്രണ്ടിലോട്ട് ആക്സിലോട്ട് ആക്കാൻ പാടില്ല. ആക്കി കഴിഞ്ഞാലുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ MCU റിട്ടേൺ കറങ്ങുമ്പോൾ മോട്ടർ ബാക്കിലോട്ട് കറങ്ങിയാണ്. വണ്ടി ഫ്രണ്ടിലോട്ടും പോകുന്നുണ്ട്, റിവേഴ്സിലോട്ട് മോട്ടർ പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് പോകുന്നത് MCU അടിച്ചു പോകും, മോട്ടറും കത്തിപ്പോകും. റീജനറേഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഇതൊന്നും മാക്സിമം ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു 50-60 ഓട്ടിച്ചു കഴിഞ്ഞാൽ വണ്ടി പക്കയായിട്ട് എന്തായാലും ഓടും. അത് പക്കയാണ്. വണ്ടി 1,00,000 കിലോമീറ്ററിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഓട്ടിക്കാനുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ഓട്ടിക്കാന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ വണ്ടി 1,00,000 വരെ കിലോമീറ്റർ ഓടുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ചിലവരെന്ന് പറഞ്ഞാൽ ഒരു 40,000-50,000 കിലോമീറ്റർ കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവുന്നുണ്ട്. ഓട്ടിക്കുന്നതിന്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് ഈ 1,00,000 കിലോമീറ്റർ വരെ വണ്ടി നിൽക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓട്ടിക്കേണ്ട രീതിയും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. നമുക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. MCന്റെ മാത്രമേ വന്നുള്ളൂ. പിന്നെ എന്റെ നാട്ടിന്റെ ആയ സമയത്ത് ഈ VC മാത്രം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു, അത് മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാതെ വേറെ ഇതുവരെ ഈ 1,00,000 കിലോമീറ്റർ ആയതുവരെ ഇതുവരെ നമുക്ക് വേറെ പണിയൊന്നും വരാത്തോണ്ടൊരു ആശ്വാസമുണ്ട്. അതാണ് പറഞ്ഞ ബ്രോ, നമ്മൾ വണ്ടി എങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നോ അതുപോലെ വണ്ടി സൂക്ഷിക്കും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം ഓക്കെയാണ്. വേറെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓട്ടിച്ച് നോക്കി പക്കയാണ്. ഓക്കെ. നിലവിൽ സംഭവം വേറെ ഇവിടെ അടുത്ത് നിങ്ങൾ വണ്ടി വേറെ വരുവാണെങ്കിൽ നിങ്ങൾ പോയി എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യണമല്ലേ? നമ്മൾ പോയി എടുത്തുകൊണ്ട് വരും. നമ്മൾ അവിടെ വെച്ച് റെഡിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് റെഡിയാക്കി കൊടുത്ത് ഓക്കെ ആക്കും. പിന്നെ റെഡിയാക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കില്ല. കസ്റ്റമറിന്റെ വീട്ടിൽ പോയി നമ്മൾ എടുത്തോണ്ട് വരും. പിന്നെ വഴിയിലാവുന്ന കേസായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്ത് ഓക്കെ ആക്കും. പറ്റാത്തത് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് സർവീസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള സർവീസാണ് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് നേരത്തെ തന്നെ വണ്ടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരാഴ്ച ഗ്യാപ്പിൽ തരാമെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് അതിന് മുമ്പേ നേരത്തെ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വണ്ടികൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് വണ്ടി വീട്ടിൽ വന്ന് എടുക്കുകയും സർവീസ് ചെയ്യുകയും ചെയ്യും. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.